ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷനും ആറന്മുള മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ശ്രീ കുമ്മനം രാജശേഖരൻ ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ കുമ്മനം രാജശേഖരൻ. ഞാൻ ചോദിക്കാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്, സംസ്ഥാനത്ത് ഇത്തവണ ബി.ജെ.പിയുടെ പ്രതീക്ഷ എത്രത്തോളമാണ്? എത്ര സീറ്റുകൾ വരെ കിട്ടാം? സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവിടെ എവിടെ ജയിക്കുക എവിടെ തോക്കും എന്നുള്ളത്, ഇത്ര സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സീറ്റ് തോക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് അങ്ങനെ തോക്ക് ഇന്ന സീറ്റുകളൊക്കെ തോക്കുമെന്നോ ഇന്ന സീറ്റ് ജയിക്കുമെന്നുള്ളതല്ല. 140 മണ്ഡലത്തിലും മത്സരിക്കുന്നത് ജയിക്കാനാണ്. മുൻപും അവരുടെ എല്ലാവരുടെയും വിജയത്തിന്റെ അപ്പുറത്തേക്ക് വേറൊരു ലക്ഷ്യമില്ല. മുൻപ് വലിയ പ്രതീക്ഷകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നമുക്ക് എടുക്കാം, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ 2016 ഒരു ജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണുള്ളത്? ഇപ്പോൾ ഘടകകക്ഷികൾ കൂടി എന്നുള്ളത് ഒരു ഗുണമായി, അത് മാത്രമാണോ? പല ഘടകങ്ങളും. ഒന്ന്, കേരളത്തിൽ മോഡി സർക്കാരിന് കിട്ടിയിരിക്കുന്ന സ്വീകാര്യത എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും കഴിഞ്ഞ 10-12 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ഇവിടുത്തെ ജനക്ഷേമ പദ്ധതികൾ, വികസന പരിപാടികൾ ഇതെല്ലാം കടന്നു ചെന്നെത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വിസിബിളാണ്, കാണാം ഇവിടുത്തെ വികസനം എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്. അത് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് LDF സർക്കാരിന്റെ വികസന നേട്ടം എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിന്റെ പൊള്ളത്തര ഇപ്പോൾ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും തറക്കല്ലിടാനും അല്ലെങ്കിൽ ഉദ്ഘാടന മഹാമുഖം നടത്താനും വേണ്ടി മാത്രമാണ് കേരള സർക്കാർ. പക്ഷെ പണം മുടക്കി, പദ്ധതി തയ്യാറാക്കി പണം മുടക്കി അത് വേണ്ട വിധത്തിൽ വിജയകരമായി പൂർത്തിയാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ആഹാരം, 5 കിലോ അരി ഇപ്പോൾ ആരാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര സർക്കാരല്ലേ. സൗജന്യമായിട്ടാണ് 5 കിലോ അരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 15.5 ലക്ഷം ടൺ അരി ഈ കേരളത്തിന് കൊടുക്കുന്നുണ്ട് ഒരു വർഷം. ആരാ കൊടുക്കുന്നത്? മനുഷ്യന് ആഹാരമല്ലേ പ്രധാനപ്പെട്ട കാര്യം. കുടിക്കാൻ വെള്ളം ആരാ കൊടുക്കുന്നത്? അത് പദ്ധതി കേന്ദ്രത്തിൻ്റെ എത്ര കോടി രൂപയാണ് ചെലവഴിക്കുന്നത്? റോഡുകൾ, ഗ്രാമീണ റോഡുകളും NH ഉം റെയിൽവേ, കേരളത്തിന് വേണ്ടി എത്രയോ റെയിൽവേ, ഇതൊക്കെയല്ലേ മനുഷ്യന്. കണക്ടിവിറ്റി അല്ലേ പ്രധാനം, ഗതാഗതം. ഇത് പക്ഷെ ജനങ്ങളിലേക്ക് എത്തിയിരുന്നെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ നേട്ടം ബി.ജെ.പിക്ക് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അത്രമാത്രം പ്രതീക്ഷ വെക്കേണ്ട. അല്ല, LDF-ഉം UDF-ഉം കൂട്ടായിട്ട് BJP ആക്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കയറി വരിക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഷെൽ ബ്രേക്കിംഗ് ആവശ്യമാണ്. അതിന് അത്യധ്വാനം ആവശ്യമാണ്. അതിന് സമയം പരുവപ്പെടണം, ജനങ്ങൾ പരുവപ്പെടണം. അത് ഉള്ള ഒരു വലിയ വളരെ സാഹസികമാണ് കേരളത്തിലെ ആ പ്രവർത്തനം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലം ഉണ്ടാകും. പക്ഷെ അതിന്റെ ഫലം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഈ CPM-ഉമായി ഉണ്ടാക്കുന്ന ഡീൽ? CPM-ആയിട്ട് ഡീൽ ഉണ്ടാക്കുന്നതെന്ന് കോൺഗ്രസ് പറയുന്നു, കോൺഗ്രസുമായിട്ട് ഡീൽ എന്ന് CPM പറയുന്നു. 2 കൂട്ടരും ഡീൽ എന്ന് പറയുകയാണ്. എല്ലാവർക്കും ഉന്നം BJP ആണ്. 2 കൂട്ടർക്കും ഭയം BJP ആണ്, NDA ആണ്. NDA കയറി വരുന്നു എന്നുള്ളതിൻ്റെ ആ ഭയവിഹ്വലതയാണ് വാസ്തവത്തിൽ ഈ ഒരു തെറ്റായ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നു. ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് ഞാനിരിക്കുന്ന ഈ ആറന്മുളയിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ആ തമിഴ്നാട്ടിൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. അവിടെ ഡീലല്ല, അതിനേക്കാൾ വലിയ സഖ്യമാണ് ഇന്ത്യ സഖ്യം. ആ സഖ്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് വേലി പങ്കിടുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡീലിൻ്റെ കാര്യം പറയുന്ന MA ബേബി 70 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ കെട്ടിപ്പിടിക്കുകയാണ്. ഈ പ്രഹസനം എന്തിനാണ്? ഇത് ആരെ പറ്റിക്കാനാണ് ഇവർ? ജനങ്ങളെ പറ്റിക്കാനാണ് ഈ ഡീൽ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം തൽക്കാലത്തെ ഒരു കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അവർ സ്വയം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് താങ്കളെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് അറിയാമല്ലോ, അല്ലേ? എന്താണ് അവർ ലക്ഷ്യമിടുന്നത്? അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. കാരണം അവർക്ക് ഭയാശങ്കകൾ വർദ്ധിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുമ്പോൾ. BJP എങ്ങനെ ഒതുക്കണം? 2 കൂട്ടരുടെ ലക്ഷ്യം BJP നോക്കുക എന്നുള്ളതാണല്ലോ. അവർ പറയുന്നുണ്ടല്ലോ BJP തോക്കണം. ഇതേ ഉള്ളല്ലോ അവരുടെ മുദ്രാവാക്യം. BJPക്കെതിരെയാണ് അവരുടെ പ്രചരണങ്ങൾ മുഴുവൻ. നോക്കിയോ, അവരുടെ ആരോപണങ്ങൾ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ ഉന്നം വെക്കുന്ന BJPക്കാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ശത്രുവിൻ്റെ ശത്രു മിത്രമാകും. ശത്രുവായി കാണുകയാണ്. ആ ശത്രു മിത്രമായി തീരുകയാണ് ഇവിടെ കേരളത്തിൽ. ഇനി നോക്കിയോ, പരസ്പരം അവർക്ക് ഇനി പ്രചരണം അങ്ങോട്ട് പോകുമ്പോൾ തോളിൽ കൈയിട്ട് ഒരുമിച്ച് ഒരേ വേദിയിൽ വന്നു നിന്നുകൊണ്ട് പ്രസംഗിക്കേണ്ട സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. പക്ഷെ BJP NDAക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്, ദിശാബോധമുണ്ട്, പരിപാടിയുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കാര്യങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, ഉറപ്പുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഒരിക്കലും അത് BJP പക്ഷത്തേക്ക് വരുന്നില്ല. അതിന്റെ കൺസോളിഡേഷൻ എവിടെ നടക്കുന്നു, അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം. അത് BJPക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ പോലും അത് സംഭവിക്കും. ശരിയാണല്ലോ. ഉദാഹരണത്തിന് മഞ്ചേശ്വരത്ത് അങ്ങനെ സംഭവിക്കാം, നേമത്ത് അങ്ങനെ സംഭവിക്കാം. മുസ്ലിങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങി.
എന്താണ് ഇവിടെ മുസ്ലിം വിരോധം ഉണ്ടാകത്തക്ക വിധത്തിൽ BJP എന്താ ചെയ്യുന്നത്? മുസ്ലിങ്ങളുടെ ശത്രുത ഉണ്ടാകത്തക്ക വിധത്തിൽ BJP NDA എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞ് മുസ്ലിം സമൂഹത്തിൽ ഭയാശങ്കകൾ ഉണ്ടാക്കുകയാണ്. ഒരു BJP വിരോധം അവർ സൃഷ്ടിച്ചെടുക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം സമൂഹത്തിൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, സ്വതന്ത്രമായി ചിന്തിക്കുന്ന, വസ്തുതകൾ മനസ്സിലാക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. മെല്ലെ മെല്ലെ അവർ BJP അടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോളൂ, അത് കാലക്രമേണ അത് വർദ്ധിച്ചു പോയി. മറ്റ് മതവിഭാഗങ്ങളിലെല്ലാം, ഞാനിപ്പം ക്രിസ്ത്യൻ സമൂഹമായിരുന്നാലും ഒരു കാലത്ത് വലിയൊരു ശത്രുത വളർത്തിയെടുക്കുകയാണ് ഈ കോൺഗ്രസും CPM ചെയ്തുകൊണ്ടിരുന്നു. അത് മാറി ഇനിയിപ്പം മുസ്ലിങ്ങളിലും അത് മാറും. താങ്കൾക്ക് തന്നെ ഒരു തീവ്ര ഹിന്ദു എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു അല്ലെ? പല വിഷയങ്ങളിലും താങ്കളുടെ ഇടപെടൽ. താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്ന ആറന്മുളയിൽ വലിയ വിഭാഗം ക്രൈസ്തവ ജനവിഭാഗം ഉള്ളതാണ്. അവർക്ക് ആ പഴയ എതിർപ്പ് താങ്കളോടുള്ളതായി തോന്നുന്നു? എന്നോട് ഒരു എതിർപ്പും അവർക്കില്ല. ഞാനൊരു ഹിന്ദു തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഒരാളല്ല. ഞാൻ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുകയും എല്ലാവരുമായി സൗഹൃദത്തിൽ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നേ വരെ എൻ്റെ പേരിൽ ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പരാമർശം ഉണ്ടായിട്ടൊരു കേസ് പോലും ഇല്ലല്ലോ. എന്നെ വർഗീയവാദികളെന്ന് CPM പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വർഗീയ കലാപം ഇവിടെ നടന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കേസ് എൻ്റെ പേർക്കുണ്ടോ? ശിക്ഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്നെക്കുറിച്ച് പരാമർശമുണ്ട്. അതേസമയം CPM-നെ കുറിച്ച് പരാമർശമുണ്ട്, കോൺഗ്രസിനെ കുറിച്ചുണ്ട്, മുസ്ലിം ലീഗിനെ കുറിച്ചുണ്ട്, പരാമർശമുണ്ട്. അതേസമയം എവിടെയെങ്കിലും ഈ പറയുന്ന മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥലത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അവിടെ പോയി ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് പ്രശ്നം സംസാരിച്ച് തീർത്ത ഒരാളാണ് ഞാൻ. ഏത് വിഷയത്തിൽ? താങ്കൾ മാറാട് വിഷയത്തിൽ ഏത് വിഷയത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മാറാട് വിഷയമായിരുന്നാലും നിലയ്ക്കൽ വിഷയമായിരുന്നാലും പൂന്തറ വിഷയമായിരുന്നാലും ഏത് വിഷയം എടുത്ത് നോക്കിക്കോളൂ. അവിടെയൊന്നും എൻ്റെ പേരിലൊരു കേസുമില്ല, എന്നെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇതിനെല്ലാം ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളും ആ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയാണ്. ഇപ്പം എനിക്കെതിരെ വർഗീയവാദം വാദിയാണെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരും CPM-കാരും മുസ്ലിം ലീഗുകാരും എല്ലാവരും അതിൽ കുറ്റവാളികളാണ്. അവരൊക്കെ അത് തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ആരാണ് വർഗീയത? പക്ഷെ താങ്കളുടെ ആ ഇമേജ് താങ്കളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടോ? ഇപ്പോൾ വട്ടിയൂർക്കാവിൽ താങ്കൾ K മുരളീധരനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. താങ്കൾ വിജയിക്കുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ അവസാനം ന്യൂനപക്ഷ വോട്ടുകളാണ് താങ്കളുടെ വിധി നിർണ്ണയിച്ചത്. താങ്കൾ 1000-ൽ പരം വോട്ടുകൾക്കാണല്ലോ അവസാന റൗണ്ടിൽ തോറ്റത്. അപ്പോൾ ആ ഒരു പ്രതിച്ഛായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു പ്രതിച്ഛായ എനിക്ക് അവരെല്ലാം വിശ്വാസമാണ്. എനിക്ക് ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിം സഹോദരങ്ങളെയും വലിയ വിശ്വാസമാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പക്ഷേ ഇവിടുത്തെ CPM കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്, കുറേ മീഡിയ ശ്രമിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, കാരണം എന്നിൽ വിശ്വാസമുണ്ട്. ഞാനിവിടെ എല്ലാ മതസ്ഥരെയും സ്നേഹിക്കുകയും അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെ ഒരു മതവിദ്വേഷിയാണെന്ന് ഒരിക്കലും ആരും പറയില്ല. കാരണം 97% ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന മിസോറാമിൽ ഗവർണറായിരുന്നയാണ് എന്നെ അവർ യാത്രയാക്കിയത്. അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരും സംഘടനയുടെ നേതാക്കന്മാരും എല്ലാവരും എയറോഡ്രോമിൽ വന്ന് അവർ കെട്ടിപ്പിടിച്ചെന്നെ യാത്രയാക്കി. പക്ഷെ ചെന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ലെന്ന്. അതാണ് കേരളത്തിലെ അതിൻ്റെ അകത്ത് കേരളത്തിലെ മീഡിയയുടെ പങ്കുണ്ട്, CPM-ന്റെ പങ്കുണ്ട്, കോൺഗ്രസിൻ്റെ പങ്കുണ്ട്. ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഒരു ചിത്രം അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷേ അവർക്ക് അതെല്ലാം ബോധ്യപ്പെട്ടു. അതിലൊന്നും യാതൊരു വാസ്തവമില്ല. ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി. ഞാൻ അവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ചു, അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു, അവരോടൊപ്പം ചെലവഴിക്കുക, അവർക്ക് വേണ്ടി നിരവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാം കൈയയച്ച് പ്രോത്സാഹനം ചെയ്തു കൊടുത്തു. അവരിൽ എല്ലാ സംശയങ്ങളും നീങ്ങി. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പ്രസംഗിച്ചുണ്ടാക്കുന്ന ഇമേജ് അല്ല എൻ്റേത്. ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതേ ഉള്ളൂ. മറ്റുള്ള പലരും പറയട്ടെ. എനിക്കെതിരെ എത്രയോ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എത്രയോ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറക്കുന്നത് ഇറക്കിക്കൊണ്ടിരിക്കും. അവർ നിരാശരാകും. ഞാൻ ആരാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എൻ്റെ ആന്തരിക നില എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എനിക്ക് ഇച്ഛാശക്തിയുണ്ട്. താങ്കൾ ഇപ്പോഴും ആ ട്രോള് മറന്നിട്ടില്ല അല്ലേ? ഈ കുമ്മനടി എന്നുള്ളൊരു ട്രോൾ താങ്കൾക്കെതിരെ മെട്രോ ഉദ്ഘാടന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ എടുത്ത് ഇതിലൊക്കെ എനിക്കെതിരായിട്ട് ധാരാളം എടുത്ത് ഉപയോഗിച്ചതാണ്. നിരവധി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ? ഞാൻ ആരാണ് എന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്തെല്ലാം ദുരാരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാലും എന്നെ അതൊന്നും ബാധിക്കില്ല. കാരണം ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ ഈ ഒരു ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായം പൊതുവെ ഒരു UDF അനുകൂല
വിശ്വാസം പുലർത്തുന്നവരല്ലേ? കാരണം LDF-നെ താഴെ ഇറക്കണം എന്ന രീതിയിലാണെങ്കിൽ പോലും അവർ വിശ്വസിക്കുന്നത് UDF-നെയാണ്. അതൊക്കെ പഴയ കഥയാണ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴും ക്രൈസ്തവ സമൂഹം വസ്തുത മനസ്സിലാക്കിയാണ്, അവർ ചിന്തിച്ചുകൊണ്ടാണ്. ഒരു പ്രധാനമന്ത്രി ഈ ക്രിസ്തുമസ് ആഘോഷവേളയിൽ പള്ളിയിൽ ക്രൈസ്തവ ദേവാലയത്തിൽ പോയി അവരോടൊപ്പം ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നു. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. അത് ആ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇതേവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു. ഇവിടെ എത്രയോ നാളായി ഓർത്തഡോക്സ് പാർട്ടി മറ്റേ ജാക്കോബൈറ്റ് പ്രശ്നം നടക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, 2 സഭാ നേതാക്കന്മാരും പറഞ്ഞു, ഞാൻ തയ്യാറാണ്, എനിക്കിത് രമ്യമായിട്ട് പരിഹരിക്കണം. പക്ഷെ മറുവശത്ത് പരിവാർ സംഘടനകളുടെ ആക്രമണങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നു. പരിവാർ സംഘടനകൾക്കൊന്നും അതിനകത്തൊരു പങ്കുമില്ല. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കരുതി ആരാണോ അതിലെ കുറ്റവാളികൾ, ആ കേസുകളിൽ പ്രതികളായിട്ടുള്ളത്, അവരെ കർശന നടപടികൾ സ്വീകരിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും ഉണ്ടായിട്ടില്ല, എത്രയോ സ്ഥലങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. ഇവിടെ ക്രൈസ്തവ ദേവാലയത്തിന് ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അതിനെതിരെ സംഘടന കുറ്റപ്പെടുന്നതിനാണ്. അതിലെ അക്രമത്തെ അക്രമമായിട്ട് കാണണം, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അതിനെ ആ രീതിയിൽ ഡീൽ ചെയ്യണം. അതാണ് ഭരണാധികാരികളുടെ. ക്രൈസ്തവ സംഘടനകൾ ആരും കേരളത്തിൽ BJP അകറ്റി നിർത്തുന്നതെന്ന് പറയുന്നില്ല, പരസ്യമായിട്ട് പറയുന്നില്ല. പക്ഷേ മുസ്ലിം സംഘടനകൾ അങ്ങനെയല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി UDF-നാണ് പിന്തുണ. ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടി പിന്തുണ UDF-ന് നൽകുന്നു. പക്ഷേ തന്ത്രപരമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, BJP ജയിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ വോട്ട് LDF-ന് കൊടുത്തോളൂ എന്ന്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്ന മുസ്ലിം സംഘടനകൾ വേറെയില്ലേ? ഉണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയാണോ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ കുത്തകാവകാശം എടുക്കുന്നുണ്ട്? അവർക്കാണ്? അല്ലല്ലോ. ഇവിടെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ സുന്നി വിഭാഗങ്ങളുണ്ട്. ജഫ്രി തങ്ങളോ കാന്തപുരമോ അങ്ങനെ അതുപോലെ നിരവധി ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ സംഘടനകൾ ധാരാളമുണ്ട്. മുജാഹിദ് സംഘടനകളുണ്ട്. എത്ര പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മാത്രം പറയുന്നു? ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്രയും മുസ്ലിം പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ അവർക്ക് അംഗബലം കുറവാണ്. പക്ഷെ അത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ UDF-ന് പിന്തുണ നൽകുമെന്ന് അവർ പറയുമ്പോൾ LDF പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയെ UDF പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതായത് അവിടെ കൃത്യമായിട്ട് അറിയാമല്ലോ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് CPM അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് BJP ആയിരിക്കുമല്ലോ? ഇല്ല. കാരണം എന്നാണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമി മാത്രം ഇത് പറയാൻ കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി മുതലെടുപ്പ് നടത്താനായിട്ട് ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ശക്തികളെയാണ് കോൺഗ്രസിന് ആവശ്യം. പണ്ടുകാലം മുതലേ അങ്ങനെ തന്നെയാണ്. ഇന്ത്യ വിഭജിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. വിധ്വംസക വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുപിടിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരുടെ കൈവശിരിക്കുന്നത് വർഗീയ ചിന്തകൾ മാത്രമാണ്, വിദ്വേഷജനകമായിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ് അവരുടെ കൈവശിരിക്കുന്നത്. അവരാണ് പറയുന്നത് BJP-യെ തോൽപ്പിക്കണമെന്ന്. പറഞ്ഞോട്ടെ, കാരണം അത് എങ്ങനെ നിലനിൽക്കും? മറുവശത്ത് മറ്റൊരു വാദമുണ്ട്. ഒരേ സമയം RSS-നെയും ജമാഅത്തെ ഇസ്ലാമിയെയും മാറ്റി നിർത്തുന്നവരാണ് ഞങ്ങളെന്ന് LDF ഇപ്പോൾ വാദിക്കുന്നുണ്ട്. കാരണം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നാണ് ആ വാദം വരുന്നത്. അതെ. LDF-ന്റെ പിന്തുണ കൊടുക്കുന്നവർ വേറെ ആരൊക്കെയാണ്? SDPയെ പിന്തുണ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ PDP പിന്തുണ കൊടുക്കുന്നുണ്ട്. അബ്ദുൽ നാസർ മദനി ഇവിടെ ഈ കേരളത്തിൽ ആരുമായിട്ടാണ് കൂട്ടുകൂടണമെന്ന് പറയുന്നത്? അത് LDF-ഉമായിട്ടാണ്. പക്ഷേ PDP-യിൽ വർഗീയത ഇല്ല എന്നാണ് LDF പറയുന്നത്. PDP-ക്ക് വർഗീയത ഇല്ലെന്ന് ആര് പറഞ്ഞു? അബ്ദുൽ നാസർ മദനി അല്ല, ഞാൻ ചോദിച്ചു, അബ്ദുൽ മദനി ജയിലിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഏത് കേസിന്റെ പേരില്ല? ആ അബ്ദുൽ നാസർ മദനിയുടെ ഏറ്റവും വലിയ സുഹൃത്താരാണ്? പിണറായി വിജയൻ. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? എന്താ അർത്ഥമുള്ളത്? PDP ഏത് കാലത്തും വർഗീയത പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ആ പ്രസംഗങ്ങളിൽ അടിയുറച്ച് ഇപ്പോഴും നിൽക്കുന്നു. ആ വിദ്വേഷം ജനിപ്പിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണി മുഴക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ പിന്തുണ കൊടുക്കുന്ന അവർ സൗഹൃദത്തിൽ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മാത്രമല്ല, ഇവിടുത്തെ പല മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഇപ്പോഴും ഭരിക്കുന്ന SDP-യുടെ പിന്തുണ കൂടിയല്ലേ LDF ഭരിക്കുന്നു, അല്ലേ? ഈ ഇവിടെ തന്നെ UDF-ന് പിന്തുണ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അത് ഗുണം ചെയ്യുന്നത് ആർക്കാണ്? K. സുരേന്ദ്രനാണ്. അപ്പോൾ അതെന്താണ്? ആ ഒരു ഇക്വേഷൻ എന്താണ്? അവിടെ SDP വോട്ട് പിടിച്ചാൽ അവിടെ കുഴപ്പം സംഭവിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്കാണ്. അപ്പോൾ അവിടെ ഗുണം കിട്ടുന്ന ആർക്കാണ്? K. സുരേന്ദ്രനാണ്. അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് BJP-യെ എതിർക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല എന്നാണ്. എന്താണ് SDP-ക്ക് ഇപ്പോൾ BJP-യുമായിട്ട് അങ്ങനെ ഒരു മൃദു സ്വഭാവം വന്നിട്ടുണ്ടോ? അല്ല, SDP-യെ മത്സരിക്കുന്ന അവർക്ക് വോട്ട് കിട്ടാനായി.
അതും BJP ആയിട്ട് എന്താ ബന്ധം? ഞാൻ പറഞ്ഞു ഈ ഒവൈസിയുടെ പാർട്ടിയെ പോലെ അങ്ങനെ ഒരു ബി ടീം എന്ന രീതിയിലേക്ക് വരും. അങ്ങനെയൊന്നുമില്ല. SDP എന്നും എതിർക്കുന്നത് BJP തന്നെയാണ്, ശക്തമായിട്ട് എതിർക്കുന്നത് BJP തന്നെ. SDPI നടത്തിയ പ്രകടനങ്ങളിലും ഒക്കെ മുഴക്കുന്ന മുദ്രാവാക്യം BJPക്ക് എതിരായിട്ടാണ്. അവനും മലരും കരുതിക്കോ കുന്തിരിക്കം കരുതിക്കോ എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തിയ ആരാണ്? SDP ആണ്. അതുപോലെ തന്നെ ഭീഷണി മുഴക്കിക്കൊണ്ട് മലപ്പുറത്തും മറ്റുമൊക്കെ അടുത്ത കാലത്ത് പ്രകടനം നടത്തിയ ആരാണ്? അവരുടെ നോട്ടപ്പുള്ളി, അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് BJP ആണ്. കാരണം എന്താണ്? BJP ആണ് ഇവിടെ വർഗീയതയ്ക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു വർഗീയ കലാപം പോലും ഇന്നുവരെ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ഉണ്ടാകാത്തത്? കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് വർഗീയ കലാപങ്ങളോട് കലാപമായിരുന്നു. എന്താ ഇപ്പോൾ ഉണ്ടാകാത്തത്? എന്താ? കാരണം വർഗീയതയോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ശക്തരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. പിണറായി വിജയനും അവകാശപ്പെടുന്നുണ്ട് കേരളത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം ഒരു വർഗീയ കലാപവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വർഗീയ കലാപം ഉണ്ടല്ലോ. ആ വർഗീയ കലാപത്തിൽ അവർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലേ? വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലില്ലേ തലശ്ശേരി കലാപത്തിൽ അവർക്ക് പങ്കിടുന്നുണ്ടല്ലോ. ഇല്ലേ? മാറാട് അതേക്കുറിച്ച് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ അവരുടെ പേര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. AK ആന്റണി നിയമസഭയിൽ എഴുതി കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് ഓരോ വർഗീയ കലാപത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അന്വേഷണ കമ്മീഷനുകളിൽ പറയുന്നുണ്ട്. പക്ഷേ BJP കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. അതേക്കുറിച്ച് എന്താ പറയാ? ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ വെൽഫെയർ പാർട്ടി UDF ബന്ധത്തെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നു CPM-ഉം LDF-ഉം. ഇപ്പോൾ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയതായി തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ ഡീൽ ആരോപണത്തിലേക്ക് അവർ വന്നു. ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ള ചങ്ങാത്തം എന്ന് പറയുന്ന ഒരു ദേശീയ തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് ഈ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു ആഗോള ഗൂഢാലോചന. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. ഒരു ആഗോള ഗൂഢാലോചന ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ, ശിഥിലമാക്കാൻ, ഛിന്നഭിന്നമാക്കാൻ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ അന്തർദേശീയ തലത്തിൽ ഉള്ളൊരു പ്രസ്ഥാനമാണ്. അവർക്ക് പല രീതിയിലുള്ള സപ്പോർട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവർ ഈ ഭാരതത്തിൽ കൂട്ടുകൂടി അത് കേരളത്തിലും ഇവിടെ കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ LDF ശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്നുണ്ട്. പക്ഷെ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എതിർത്ത പോലെ ആ ഒരു ശക്തി ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഡീൽ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് പ്രധാന അജണ്ടയായിട്ട്. കാരണം കിട്ടുന്നെങ്കിൽ പോരട്ടെന്നാണ്. വേറെ കുറെ നിയോജകമണ്ഡലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇവർക്കൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ലല്ലോ വിമർശനം, പിന്തുണയുമല്ല. എതിർക്കുന്നതും അനുകൂലിക്കുന്നതൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ല, നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ അവർക്കൊരു പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനത്തിന്റെ കുന്തമുന ഒന്ന് ഒടിച്ചാൽ, മയപ്പെടുത്തിയാൽ, ഇനി വേറെ വല്ല സ്ഥലത്ത് പിന്തുണ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഞങ്ങൾക്ക് ജയിക്കാൻ അവിടെ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ പങ്കുവെക്കലാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി NDA സംബന്ധിച്ചിടത്തോളം വളരെ തത്വാധിഷ്ഠിതമായ നിലപാടാണ്. ഇതൊരു ആദർശ രാഷ്ട്രീയമാണ്. ആദർശ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കും. ഈ സഖ്യകക്ഷികൾ കൂടുതലായി വന്നത് ഏത് രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ്. പക്ഷെ അതൊരു ഗുണത്തേക്കാൾ ഏറെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം BJP-യിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും മത്സരിക്കാൻ മണ്ഡലം തേടി നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആറന്മുളയിൽ തന്നെ താങ്കളുടെ പേര് ഏറ്റവും അവസാനമാണ് വന്നത്. രമേശിനെ പോലുള്ളവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അല്ല, സീറ്റ് കിട്ടാഴിയൊന്നും ഇല്ലാത്തല്ലേ. നിങ്ങൾ LDF-നെയും UDF-നെയും പോലെയാണ് BJP NDA കരുതുന്നത്. NDA വളരെ വ്യക്തമാണ്. അതിലെ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ കൊടുക്കണം. അങ്ങനെയാണല്ലോ ഒരു മുന്നണി മര്യാദ എന്ന് പറയും. ആ മുന്നണി മര്യാദ അങ്ങേയറ്റം പാലിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. NDA-യിലുള്ള എല്ലാ ഘടകകക്ഷികളുടെയും ആവശ്യങ്ങളും അവർക്ക് വേണ്ടതും ഒക്കെ എന്താണെന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കി അവർക്കൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. പക്ഷെ കോന്നിയിൽ BJP ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ശക്തമാകാമായിരുന്നില്ലേ? അവിടുന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഡീൽ ആരോപണത്തിൽ നിന്ന് മുക്തി നേടാമോ പറ്റുകയും ചെയ്യുമായിരുന്നു. കാരണം അവിടെ സുരേന്ദ്രൻ 39,000 വോട്ട് വരെ പിടിച്ചിട്ടുള്ളതാണ്. പക്ഷെ BDJS പറ്റുമോ? അത് പിന്നെ തീർച്ചയായിട്ടും സാധിക്കുമല്ലോ. BDJS എല്ലാവരും ഇപ്പോൾ വളരെ സജീവമാണ്. അവിടെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ കീഴ്ഘടകങ്ങളെല്ലാം അവർ ശക്തമാക്കി, ഊർജിതമാക്കി, പ്രവർത്തനങ്ങളൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല ഉന്മേഷമാണ്. ഇപ്പോൾ ആറന്മുളയിൽ തീർച്ചയായിട്ടും ആറന്മുളയിൽ ഇവിടുത്തെ അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു നിലവിൽ ഉണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ. അദ്ദേഹം ഇവിടെ ടൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ആരുമായിട്ടാണ് മത്സരം? LDF-ഉമായിട്ടാണോ UDF-ഉമായിട്ടാണോ? രണ്ട് കൂട്ടരുമായിട്ട് മത്സരമാണ്. രണ്ട് കൂട്ടരും തമ്മിൽ ഞങ്ങൾക്ക് BJP NDA സംബന്ധിച്ചിടത്തോളം രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടാണെന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരേ കാർഷിക നയം, ഒരേ വ്യവസായ നയം, വാണിജ്യ നയം, ഒരേ വിദ്യാഭ്യാസ നയം, എല്ലാ നയവും അവർ ഒന്ന് തന്നെയാണ്. അവരൊന്നാണ്, രണ്ടല്ല. അതുകൊണ്ട് ഞങ്ങൾ നേരിടുന്ന ഒന്നിനെയാണ്. അവർ തമ്മിൽ ബാന്ധവമാണ്. അവർ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. ഇത് കേരളത്തിൽ അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് CPM-ഉം BJP-യുമായുള്ള. അതെ. അല്ല, അതിപ്പോ തിരിച്ചും പറയുന്നുണ്ടല്ലോ.
അതിപ്പോൾ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം നടത്താൻ വേണ്ടി അവരൊരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആരംഭിക്കുമ്പോൾ തന്നെ മുന്നോട്ടേക്ക് വെക്കുകയാണ്, ഒരു ഡീലുമായിട്ട് വരികയാണ്. എന്താണ്? അവർ തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തെ മറച്ചു വെക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും ഗൂഢാലോചന നടത്തി BJP ഒറ്റപ്പെടുത്താൻ NDA എങ്ങനെ തകർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു നറേറ്റീവാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും. ശരി, നന്ദി ശ്രീ. ഓക്കെ, റൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.